അപ്പൊ ഇതാണ് നമ്മളെ പൊറോട്ട എഗ് റോൾ. കാണുമ്പോ തന്നെ നമുക്ക് കഴിക്കാൻ കൊതിയാവുന്ന ജാതി മസാല. കയ്യിലിതാ കുറച്ച് കക്കരി, കുറച്ച് വല്യുള്ളി, ഒരു ക്യാരറ്റ്, ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പൊ ഇതാ ഇത് മുഴുവനായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളകും കൂടി അങ്ങോട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉള്ളി പച്ചമുളക് അരിഞ്ഞത് വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് അങ്ങോട്ട് വഴറ്റട്ടെ. കുറച്ച് നല്ല നാടൻ കറിവേപ്പില ഊരി ചേർക്കാം. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഒന്നങ്ങോട്ട് വാടട്ടെ. എത്ര വാടിയാൽ മതി. കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കാട്ടോ, നല്ല കളർ ഉണ്ടാവും. മഞ്ഞൾപ്പൊടി ചേർക്കണേ. ഒരു സ്പൂണ് ചിക്കൻ മസാലയും ചേർക്കണ്ടേ. 1 സ്പൂണ് പെരിഞ്ചീരകവും കുരുമുളകും കൂടി കൂട്ടി പൊടിച്ചതാണ്. കൂട്ടി അങ്ങോട്ട് യോജിപ്പിക്കുക. മുട്ട ഓരോന്നോരോന്ന് അങ്ങനെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ചിക്കി 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 ചിക്കിയാണ് കൊടുക്കണം. കുറച്ച് തക്കാളി സോസ് ഒഴിച്ചോണ്ട് കേട്ടോ. കുറച്ച് മല്ലിയില അതേപോലെ അങ്ങനെ അങ്ങോട്ട് തൂവിയിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് നമുക്ക് വാങ്ങിക്കാം. ഇനിയാണ് നമ്മളെ പൊറോട്ടേന്റെ വരവ് കേട്ടോ. ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൊറോട്ട വെച്ചു കൊടുത്തു. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാല അല്ലേ, അത് ഇതിന്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ അങ്ങോട്ട് പരത്തി കൊടുക്കും. അരിഞ്ഞു വെച്ചേന്ന കുറച്ച് കക്കരി ഇതേപോലെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. നല്ല ക്യാരറ്റും കൂടി ചേർക്കണ്ടേ. തക്കാളി സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്ത് കൊടുക്കുക. നമ്മളെ ബട്ടർ പേപ്പറും കൂടി ഇങ്ങനെ 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 ചുറ്റിയിട്ട് നല്ല രീതിയിൽ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. മുറിച്ചെടുക്കാം കേട്ടോ. ഫുള്ളായിട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. പെട്ടെന്നൊക്കെ വീട്ടില് അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള സാധനം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് മസ്റ്റ് ട്രൈ ആണ്.